ഹലോ എവരിവൺ, ബാങ്കിയിലെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നിർത്തിയപ്പോൾ നമ്മൾ റോട്ടർഡാമിലായിരുന്നു. റോട്ടർഡാമിൽ നിന്ന് നമ്മളിനി പോകുന്നത് ഡെൻഹാഗിലേക്കാണ്. ഇവിടെ എല്ലാവരും ഡെൻഹാഗിനെ വിളിക്കുന്നത് ഹേഗ് എന്നാണ്. നെതർലാൻഡ്സിന്റെ ക്യാപിറ്റല് ആംസ്റ്റർഡാം ആണെങ്കിലും നെതർലാൻഡ്സിന്റെ പാർലമെന്റ് ഉള്ളത് ഹേഗിലാണ്. മാത്രമല്ല പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഉള്ളതും ഹേഗിലാണ്. അതുകൊണ്ട് ഇതിന് പൊളിറ്റിക്കൽ ക്യാപിറ്റൽ എന്നാണ് അറിയപ്പെടുന്നത്. ഹേഗില് ഞങ്ങൾ ആദ്യം പോയത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ആൻഡ് പാർലമെന്റിലേക്കാണ്. പാർലമെന്റ് Prime Minister's office. Which one? This one? Yeah, this one. On the top, he sits on the other side. You can see from the roadside, you can see his office window. Okay. But this is a tower, which is small tower. ഇതാണ് ഡച്ച് പാർലമെന്റും പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസും. കാണാൻ ഒരു കോട്ട പോലെയൊക്കെ ഉണ്ടല്ലേ. ഡച്ച് പാർലമെന്റിനെ ഇവർ വിളിക്കുന്നത് ബിൻഹോഫ് എന്നാണ്, എന്ന് വെച്ചാൽ ഇന്നർ കോർട്ട് എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസിനെ ഇവർ വിളിക്കുന്നത് ട്രോഹൻജോ എന്നാണ് കേട്ടോ. ലിറ്റിൽ ടവർ എന്നാണ് അതിന്റെ അർത്ഥം. പ്ലീസ് എക്സ്ക്യൂസ് മീ വിത്ത് മൈ പ്രൊനൗൺസിയേഷൻ. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് കോംപ്ലക്സ് ആണിത്, ഈ പാർലമെന്റ് കേട്ടോ. ഹൊട്ടിഞ്ചർ ലേക്ക് കൊണ്ട് ചുറ്റപ്പെട്ട ഈ പാർലമെന്റിന് ഏകദേശം 800 വർഷം പഴക്കണ്ടത്. ഇവിടെ സ്പെഷ്യൽ സെലിബ്രേഷൻസ് ഒക്കെ നടക്കാറുണ്ട്. സെപ്റ്റംബർ മാസത്തിലെ 3ാമത്തെ ട്യൂസ്ഡേ ആണ് ഈ നെതർലാൻഡ്സിന്റെ കിങ് വന്നിട്ട് അദ്ദേഹത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്നിട്ട് സ്പീച്ച് ഒക്കെ കൊടുക്കും. നമുക്ക് ഈ പാർലമെന്റിന്റെ ഉള്ളിൽ കയറി കാണാനൊക്കെ പറ്റും കേട്ടോ. നമ്മൾ വന്ന സമയം പാർലമെന്റ് ക്ലോസ് ആയതുകൊണ്ട് നമുക്കിത് കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ഈ പാർലമെന്റ് അകത്ത് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഓൺലൈൻ ടിക്കറ്റ് പർച്ചേസ് ചെയ്യാം കേട്ടോ. 90 മിനിറ്റ്സിന്റെ ഗൈഡഡ് ടൂറിന് 10 യൂറോയാണ് അവർ ചാർജ് ചെയ്യുന്നത്. നെതർലാൻഡ്സിന്റെ പാർലമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ നമുക്ക് എങ്ങനെയാണോ രാജ്യസഭ ലോക്സഭ ഉള്ളത്, അതുപോലെ തന്നെ നെതർലാൻഡ്സിലുള്ളത് ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവ്സും സെനറ്റ്സും ആണ്. പിന്നെ നെതർലാൻഡ്സിന്റെ പ്രൈം മിനിസ്റ്ററെ കുറിച്ചിട്ട് താരക്ക് പറഞ്ഞപ്പോൾ ഞാൻ വളരെയധികം സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം ഈ പ്രൈം മിനിസ്റ്റർ വരുന്നത് സൈക്കിളിലാണ്. ബ്ലാക്ക് കാറ്റ്സും കോൺവോയും സെക്യൂരിറ്റി ഒന്നും ഇല്ലാതെ ഒരു സൈക്കിളിലാണ് ഇദ്ദേഹം ഓഫീസിലേക്ക് വരുന്നത്. താരക്ക് പറഞ്ഞു ഞാൻ പല പ്രാവശ്യം ഇദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട് ഞാനിവിടെ, പക്ഷെ എന്തോ ഞാൻ പോയ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല. അതേപോലെ എനിക്ക് കാണാനും പറ്റിയിരുന്നില്ല. ഈ പാർലമെന്റിന്റെ ചുറ്റുമുണ്ടല്ലോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഇവിടെ. നമ്മൾ വൈകുന്നേരം അവിടെ എത്തിയതിനെ കൊണ്ട് ഒരുപാട് പേര് നടക്കുന്നുണ്ട്, കുറെ ആൾക്കാർ അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്, കുറെ ആൾക്കാർ സൈക്കിളിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഫ്രീ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ പാർലമെന്റ് അകത്ത് കയറണം എന്നില്ല, ഈ ഏരിയയിലൊക്കെ വന്നിട്ട് ഇരുന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. ഈ പാർലമെന്റിനോട് ചേർന്നിട്ട് തന്നെ ഒരു മ്യൂസിയം ഉണ്ട് കേട്ടോ. ഇതിന്റെ പേര് മൊറിറ്റ്യൂസ് എന്നായിട്ടാണ് ഇവർ പറയുക. ഇതിന്റെ അകത്ത് കയറണമെങ്കിൽ 20 യൂറോ കേട്ടോ ചാർജ്. ഏകദേശം 50ഓളം പെർമനന്റ് ഡിസ്പ്ലേ ഉള്ള പെയിന്റിങ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഗേൾ വിത്ത് എ പേൾ ഇയറിംഗ് അതാണ്. പിന്നെ ഒന്നുള്ളത് എനാട്ടമി ലെസൺ ഓഫ് ഡോക്ടർ നിക്കോളസ് തുലിപ്, റംബറന്റ് വാൻ വിജിം എന്നായിട്ടാണ് ആ പെയിന്റിങ്ങിന്റെ പേര്. നിങ്ങൾ ആംസ്റ്റർഡാമിലും നെതർലാൻഡ്സിലും പോകുമ്പോൾ ഈ പെയിന്റിങ് നിങ്ങൾക്ക് പല സ്ഥലത്തും കാണാൻ പറ്റും. അതിന്റെ ഒറിജിനൽ പെയിന്റിംഗ് ഉള്ളത് ഇവിടെയാണ്. അതുപോലെ തന്നെ ദ യങ് ബുൾ, ലാഫിംഗ് ബോയ്, അങ്ങനെ ഒരുപാട് പെയിന്റിങ്സ് ഈ മ്യൂസിയത്തിലുണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും പാർക്കിംഗ് ഉണ്ട് കേട്ടോ. 1 യൂറോ ആണ് 15 മിനിറ്റിന് ചാർജ് ചെയ്യുന്നത്. പാർലമെന്റ് ആൻഡ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് നമ്മൾ നേരെ പോകുന്നത് പീസ് പാലസിലേക്കാണ്. നെതർലാൻഡ്സിൽ എല്ലാവരും വരുന്നത് തുലിപ്സും കനാൽസും കാണാനാണ്. ഒന്ന് മാറ്റി പിടിക്കണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ പീസ് പാലസ്. ഇത് പണി കഴിപ്പിച്ചത് 1907-ന്റെയും 1913-ന്റെ ഇടയ്ക്കാണ്. ആൻഡ്രൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോക സൗഖ്യം ആഗ്രഹിക്കുന്ന ഒരു സ്കോട്ടിഷ് അമേരിക്കനാണ് 1.5 മില്യൺ യൂറോ ആണോ ഡോളറാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ കൊടുത്ത് സംഭാവന ചെയ്തിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഈ പെർമനന്റ് കോർട്ട് ഓഫ് ആർബിട്രേഷൻ UN തുടങ്ങുന്നതിന് എത്രയോ മുമ്പേ ഉണ്ടായതാണ്. ചുരുക്കി പറഞ്ഞാല് നയതന്ത്രം തോൽക്കുമ്പോൾ, ടെൻഷൻ ഉടലെടുക്കുമ്പോൾ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ലോകത്തിലത്തെ അവസാനത്തെ ഒരു സ്ഥലമാണ് ഈ പീസ് പാലസ്. ഇതൊരു ആക്റ്റീവ് വർക്കിംഗ് കോർട്ട് ആയതുകൊണ്ട് ഇവിടെ കറങ്ങി നടക്കാൻ പറ്റൂല കേട്ടോ. പക്ഷേ ഇവിടെ ഒരു വിസിറ്റേഴ്സ് സെന്റർ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് എല്ലാം കിട്ടും. നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രേറ്റ് ഹാൾ ഓഫ് ജസ്റ്റിസ്, സ്മോൾ ഹാൾ ഓഫ് ജസ്റ്റിസ്, പിന്നെ ചേംബേഴ്സിന്റെ ഗ്ലിംസസും where real decisions of international law is made. Part of Hague Convention. India is also one of them. You will see everybody's kind of something, a kind of gesture given for the Hague Peace Palace over there. You see the people over standing there. Just search for what India has given.
this is Shivling. Each and every stone has been given by different countries, and you will see which country has given what stones. So this is 79, and we have to look for 79. 79 India. That's the most center stone. നെതർലാൻഡ്സിൽ നമ്മുടെ ദുബായിലെ പോലെ പെട്രോൾ പമ്പിൽ ജസ്റ്റ് കയറി കഴിഞ്ഞാൽ ആരും പെട്രോൾ അടിച്ചിരുന്നില്ല കേട്ടോ. കൗണ്ടറിൽ പോയി പൈസ അടച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പെട്രോൾ അടിക്കാൻ പറ്റുള്ളൂ. How you can survive all over the world. Sorry? This is how you can survive all over the world, because everything is done by yourself over here. So it is 3 euros. 2 euro 2 1 cent. 2 euro 1 cent per Actually, liter. 2 euro 2 cents per liter. ഗുഡ് മോർണിംഗ് ഗൈസ്. താരക്കിൻ്റെ വീട്ടിന് മുമ്പിലാണുള്ളത്. നല്ല ഒരു ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റിയാണിത്. ഇന്ന് കുറച്ച് വിൻഡിയാണ്, അതേപോലെ തന്നെ കുറച്ച് ഡാർക്കായിട്ടാണ് കാണുന്നത്. കാരണം ഈ സമയത്ത് നല്ലോണം ലൈറ്റ് വരേണ്ട സമയമാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ ലൈറ്റ് വന്നിട്ടില്ല. മഴ പെയ്യുമോന്ന് അറിയില്ല. Broken wheat. ബ്രോക്കൺ വീട്. That's made of that. ചീ കോഫ്ത. ഈ ഗോതമ്പിൻ്റെ ചെറിയ ചെറിയ പൊട്ട് കൊണ്ടുണ്ടാക്കിയതാണ്. And this is your mendu vada, but from Suriname. In Netherlands, Yeah. all the Indians that you see are Surinams. Just put some blueberries also. Cherries, blueberries, strawberries. You look at the difference that you get in Yeah, Dubai it's and very here. fresh actually. Yeah. You don't have time, but there is a place here in the north of the country called Texel, where you can go and do yourself strawberry picking and tomato picking. Westland, where we are living, it's full of agriculture. Like this house earlier was a. This is peach. Okay, okay. Take me, I'm cutting for you only. Maybe this one you have to eat. Yeah, I like that. Whole. Yeah, no problem. You can try. I'll just put it there. Let's see. You can eat without that also, but this tastes nicer when you wrap it in a. Like this, you need to make a wrap and eat it. Okay, thank you. And if you want, they have this soya sauce, but I don't like it much. Later. Good. Different taste, of course, it's not. Avocado paste. What did you mix here? Avocado, lime and? Lime, salt, and pepper. Chili, red chili powder. Put some berries on top of it and make it more nice. What's the plan today? So we go to Zaandam, Okay. where you can see some traditional Dutch markets, cheese market. What do you say? Windmolen, that is. What do you call windmolens in English? You know? Windmill. Windmills. Yes. Okay, okay. Some windmolen in Dutch. Okay. And well, Afterwards? after that we might go to Aalsmeer. Let's Okay. see. Okay. Maybe a flower market or something. Okay. Again a cheese market over there. Mm-hmm. Maybe
might take about 2-3 hours. So maybe we finish by 5:30. Okay, around 5:30 they'll close it, right? Yeah, 5:30 it closes. 5 o'clock it closes. So we have to be there at least 3 o'clock. Might take 2 hours. ഇവിടെ നല്ല മഴ ചെറുങ്ങനെ പെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ആദ്യം നമ്മൾ വിചാരിച്ചത് മുതൽ ഡാം കണ്ടിട്ട് അങ്ങോട്ടേക്ക് പോകാനാണ്. പക്ഷേ ഇപ്പോൾ പ്ലാൻ ചേഞ്ച് ചെയ്തു. കാരണം ഇവിടെ ഇനിയിപ്പോൾ 10:30 ഇപ്പോൾ 10 ആയി. 10:30ക്ക് കുറച്ചധികം മഴ പെയ്യുന്ന പറയുന്നത്. അതുകൊണ്ട് വി മേ ഗോ ടു അതർ പ്ലേസസ് ദെൻ കം ബാക്ക്. 11:30-12 ആകുമ്പോഴത്തേക്ക് മഴ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ അപ്പോഴത്തേക്ക് തിരിച്ചെത്തിയാൽ മതി. This song, I have never heard this song actually. This is a Hindi channel over here, or is it actually? This is a Suriname radios over here. Okay. The people, Suriname is a colony of Dutch colony which is still existing, and Suriname is a place which was actually given to Dutch somewhere hundreds of years ago, where they had option to either take New York from US or Suriname. So they went for a bigger land, and they took Suriname thinking that they can make it as a whole nice big country. They're leaving New York, but New York, as you all know, New York is much more developed right now, which is in the heart of US. They lost that opportunity and still kind of repenting that they had taken a wrong decision. The kings and whatever they were at that time. To build Suriname, they kind of imported or migrated a lot of Indians, especially from Bihar and UP, during 1940s and 50s to build Suriname. Not only India, but they also took people from Africa and also Indonesia as well. So they built this whole country which is in South America, Suriname. And as it's a Dutch colony, Suriname people are in Netherlands over here as well. A lot of them, they look Indian. They speak Bihari Hindi as well as a mix of Dutch. So their mother tongue is quite different, because it's a half mix of Bihari Hindi and also Dutch. They eat and wear Indian clothes and things like that, but they still have the roots of India of around 3 generations apart, like that is around 1950, 1960, all those time, and they never came across out of it. They're citizens. Sorry? They're citizens. Yeah, of course they do all have Dutch citizens, and they treat them as Dutch itself. They call themselves as Veg or non-veg? Yeah, they eat both. Yeah, both. So there are Hindu as well as Muslims as well in this, just like how we are. Yeah. But they call themselves as Hindustans. Yeah. Hindustan. Yeah, Hindustan. We are Hindustans. And they got temples over here just like what we have. They got mosque. They go to mosque. They pray. Everything. They have that all those festivals like what we have, like Holi or Diwali and everything. They celebrate everything, but it's a different way of celebration. Not like what we Indians do. They have a different way. Of course, Holi usually comes in March and it's usually cold over here. So we play with the dry powder, not really wet. Yeah, not water or something. But on another side, they are just like Indians. Look Indians, of course, a little bit darker skin color, because living in Suriname they have turned a bit tan, and they are actually, I think so, they are 3rd generation or something, or 4th generation which are now over here. They have roots in Suriname. They are forefathers, as well as the forefathers in Bihar as well. They are more into religious activities than what we Indian preach. They go back to Rishikesh, Haridwar, all these places in India to worship. They go back to Bihar to find their forefathers. I've heard a lot of stories. Also have a lot of friends. You have friends? Yeah, I do. Yeah, I have 2 Suriname friends. Yes, and they do come visit our place also many times. And they like Indian food. They love it. The sauce we had in the morning.
Yeah, that's is one. Suriname. It's called sambal. That's made of chilies. They had bara, which is same like our. Oh, bara is also Suriname. Yeah, bara is Suriname, Okay. and What did we wrap that? We wrap it with. oh, that is chikofta. That was from Turkey. It's a Turkish koftas, like what we. Bara, what is The round medu vada kind of thing. Okay, that is bara. Yeah, that was bara. Yeah. Okay. So bara is also made like from urad dal and spinach. What else? You have any questions? നമ്മൾ യാത്ര തുടരുകയാണ്. നമ്മൾ സാൻ ഡാം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഷാൻ ഷാംസിലേക്കാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് മധുര ഡാമിലേക്കും. ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്ലാൻ ചെയ്തത് ഈ സാൻ ഡാമും സാൻ ഷാൻസും ഈ എപ്പിസോഡിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്നായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡ് വിൻഡ് മിൽസിന്റെ ഒക്കെ ഫോട്ടോസും വീഡിയോസ് ഒക്കെ ഇട്ടു കേട്ടോ. പക്ഷെ ഒരു രക്ഷയില്ല, ഇപ്പൊ തന്നെ വീഡിയോ ഒരുപാട് നീണ്ടു. അതുകൊണ്ട് വിൻഡ് മിൽസ് ഒക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. കൈൻഡ്ലി ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Thank you.